നമസ്കാരം. ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ അച്ചാറാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചുവന്ന കളറിലുള്ള നാരങ്ങ അച്ചാറാണ് പൊതുവെ പോപ്പുലർ ആയിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെളുത്ത നാരങ്ങ അച്ചാർ എന്ന് പൊതുവെ അറിയപ്പെടുന്ന അല്പം മഞ്ഞ കളറോട് കൂടിയ നാരങ്ങ അച്ചാറാണ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. അച്ചാർ ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 1 കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള 30 എണ്ണമുണ്ട്. നല്ലതുപോലെ പഴുത്ത മഞ്ഞ കളറുള്ള നാരങ്ങയാണ് അച്ചാറിടാൻ വേണ്ടത്. പച്ച കളറിലുള്ളത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പ്പ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഓരോ നാരങ്ങയും 4 അല്ലെങ്കിൽ 8 പീസുകളായിട്ട് മുറിക്കാവുന്നതാണ്. ഞാനിവിടെ 8 പീസുകളായിട്ടാണ് മുറിക്കുന്നത്. അതിനായി ആദ്യം നാരങ്ങയെ 2ആയിട്ട് മുറിക്കുക. അങ്ങനെ കിട്ടിയ ഓരോ പീസിനെയും പിന്നീട് 4ആയിട്ട് മുറിക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് 8 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. 8 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 1/2 കപ്പാണ്. ഗ്രാമിൽ പറയുവാണെങ്കിൽ കൃത്യം 100 ഗ്രാം. നല്ല പുളിയുള്ള നാരങ്ങയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപ്പ് അല്പം കൂടി കൂട്ടിയിടുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം അരമണിക്കൂർ നേരം ഇത് അടച്ച് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അല്പം വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുക്കാം. വെളുത്തുള്ളി തൊലി പൊളിച്ചെടുക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. ആദ്യം വെളുത്തുള്ളിയുടെ 2 അറ്റങ്ങളും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. പിന്നീട് അതിനെ നടുവേ കീറുക. ഇനി ഈസി ആയിട്ട് ഒരു സൈഡിൽ നിന്ന് തൊലി പൊളിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് ഏകദേശം 1 കപ്പോളം, അതായത് 150 ഗ്രാമോളം തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത വെളുത്തുള്ളി ആവശ്യമുണ്ട്. ഇനി അച്ചാർ ഉണ്ടാക്കുന്നതിനായി ഒരു കടായിയോ പാനോ ചൂടാക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അച്ചാർ ഉണ്ടാക്കുന്നതിനായി ഒരിക്കലും അലുമിനിയം പാത്രമോ ഇരുമ്പ് പാത്രമോ ഉപയോഗിക്കരുത്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ ഒരു നാടൻ ടേസ്റ്റിന് വേണ്ടി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അച്ചാറുകൾ കൂടുതൽ കാലം കേടുകൂടാതിരിക്കുന്നതിന് വേണ്ടി നല്ലെണ്ണയും ഉപയോഗിക്കാറുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും ചേർക്കുക. കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് ഇഞ്ചി ചോപ്പ് ചെയ്തതും 1 കപ്പ് വെളുത്തുള്ളിയും ചേർത്ത് ഇളക്കുക. ഹൈ ഫ്ലെയിമിൽ ഏകദേശം 2 മിനിറ്റ് നേരമാണ് ഇത് വഴറ്റേണ്ടത്. നിങ്ങൾ ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നതെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയാൽ മതിയാവും. 2 മിനിറ്റ് നേരം ഇളക്കിയ ശേഷം 30 മീഡിയം സൈസ് പച്ചമുളക് ചോപ്പ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കുക. നമുക്കല്പം കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കാം. വീണ്ടും 2 മിനിറ്റ് നേരം കൂടി ഇത് നന്നായിട്ടൊന്ന് വാടുന്നത് വരെ ഇളക്കി വഴറ്റിയെടുക്കുക. പച്ചമുളകിന് പകരം 100 ഗ്രാം കാന്താരി മുളക് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുള്ളവർ അത് ചേർക്കുക. പിന്നീട് തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 10 സെക്കൻഡ് നേരം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉപ്പ് തിരുമ്മി വെച്ചിരുന്ന നാരങ്ങ അതിനുള്ളിൽ ഇറങ്ങിയിരിക്കുന്ന നീരോടൊപ്പം തന്നെ ഇതിലേക്ക് ചേർക്കുക. തീ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം എല്ലാം ഇളക്കി യോജിപ്പിക്കുക. തിളയ്ക്കാൻ തുടങ്ങുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം അടച്ചു വെച്ച് 4 മിനിറ്റ് നേരം വേവിക്കുക. 4 മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് ഇളക്കുക. പിന്നീട് തുറന്ന് വെച്ച് 1 മിനിറ്റ് നേരം വേവിക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനെഗറും 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇളക്കുക. മധുരം ഒട്ടും കൂടത്തില്ല. 6 ടേബിൾ സ്പൂൺ തന്നെ ധൈര്യമായിട്ട് ചേർക്കാം. ഈ ഒരു സ്റ്റേജിൽ അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിന് ഉപ്പും മധുരവും എല്ലാം അല്പം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അല്പം കയ്പും ഉണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട. ഈ അച്ചാർ കുറഞ്ഞതൊരു 5 ദിവസം വെച്ച് കഴിയുമ്പോൾ ഈ ടേസ്റ്റ് എല്ലാം ബാലൻസ് ആവും. ഇനി തീ ഓഫ് ചെയ്ത ശേഷം തണുക്കാൻ അനുവദിക്കുക. അച്ചാർ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി അടച്ച് സൂക്ഷിക്കുക. കുറഞ്ഞത് 5 ദിവസമെങ്കിലും വെച്ച് അച്ചാർ നല്ലതുപോലെ സെറ്റായതിനു ശേഷം മാത്രം ഉപയോഗിച്ച് തുടങ്ങുക. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അതും 5 ദിവസത്തിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ 2 ഭരണിയിലാക്കി സൂക്ഷിക്കുന്നതും വളരെ നല്ലതാണ്. ഒന്ന് തീരുമ്പോൾ മാത്രം രണ്ടാമത്തത് തുറക്കുക. നന്നായിട്ട് ഉണങ്ങിയ ഭരണിയും നന്നായിട്ട് ഉണങ്ങിയ സ്പൂണും മാത്രം അച്ചാർ സ്റ്റോർ ചെയ്യുന്നതിനും എടുക്കുന്നതിനുമായി ഉപയോഗിക്കുക. അല്പമെങ്കിലും വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അച്ചാർ വളരെ പെട്ടെന്ന് തന്നെ കേടായിപ്പോവും. നാരങ്ങ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. See you with another video. Thanks for watching.